ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഓറഞ്ചിനെല്ലാം പോയി പിന്നെ ലോഡ് കയറ്റി തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി മഞ്ചേരി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നാട്ടിലാണ്, എൻ്റെ നാട്ടിലാണ്. ഞങ്ങൾ ഇന്ന് ഉച്ചക്കൊരു 2 മണിക്ക് ഇവിടെ മഞ്ചേരി എത്തി. ലോഡെല്ലാം കയറ്റി വന്നു, പാതാർപ്പായെല്ലാം കഴിച്ച് വെച്ച് നമ്മൾ അവിടെ വെച്ച് പോന്നു. അങ്ങനെ ഇനി നമ്മൾ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വരുന്നത് ഓറഞ്ച് പറിക്കുന്നതും ഓറഞ്ച് പാക്ക് ചെയ്യുന്നതും ലോഡ് കയറ്റുന്നതൊക്കെ വലിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. അങ്ങനെ നമ്മൾ ബോക്സ് ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ഫുള്ള് ഇറക്കിയിട്ട് നമുക്ക് വേണ്ട ബോക്സ് വെച്ചിട്ട് പിന്നെ പിന്നെന്താ പറയുക, ഈ ഓറഞ്ച് ലോഡിന് വലിയ വണ്ടിക്ക് ഓടി കഴിഞ്ഞാൽ വലിയ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ ഓറഞ്ച് എവിടെയെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 6 മാസം 5 മാസം സുഖമായിട്ട് ഓട്ടം ഉണ്ടാവും. നല്ല കടകളിലൊക്കെ അപ്പ് ആൻഡ് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ മാസം ഒരു 5 ലോഡൊക്കെ കിട്ടുന്ന കടകളുണ്ട്. 5 ലോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ബാലൻസ് ഉണ്ടാവും വണ്ടിക്ക്. പിന്നെ ഈ വണ്ടി ഇതെന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ കൊടുന്ന ലോഡ് ഒരു 1.5-2 ടണ്ണിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ ഈ ലോഡ്. അപ്പോൾ ഇങ്ങോട്ട് കാലിയാണ്, അങ്ങോട്ട് ഒരു 14 ടണ്ണ് ലോഡും. വണ്ടിക്ക് ഒരു പരിക്കുണ്ടാവില്ല. ഒരു ഏത് പൊട്ടറ്റാർ ഇട്ടുകൊണ്ട് നമുക്ക് ഇട്ട് പോന്ന് കൊണ്ടുപോവാം. ഹോട്ടലിലെ വലിയതേമാതിരി വല്ല കേസിനെ പോലത്തെ വല്ല കടയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 6 മാസത്തിന് ഓട്ടം വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ പിന്നെ അത് രാജസ്ഥാനക്ക് മാറും ഓട്ടം. രാജസ്ഥാനം കഴിയുന്നതോട് കൂടി ഇവിടെ വീണ്ടും ആവും, സെക്കൻഡ് സീസൺ തന്നെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എന്താണ് വണ്ടിക്ക് ഓട്ടം ഒരു 6 മാസം ഗ്യാരണ്ടി ആവും ഓട്ടം. അപ്പ് ആൻഡ് ഡൗൺ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ. കിട്ടിയിട്ടും കാര്യമില്ല, അത്യാവശ്യം സെയിലുള്ള കടകളായിരിക്കണം, എന്നാലേ നമുക്ക് വണ്ടിക്ക് മെച്ചം. ഒരു 5 ട്രിപ്പ് മാസം എന്തായാലും ഗ്യാരണ്ടി കിട്ടണം. അങ്ങനത്തെ കടയിൽ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ നഷ്ടമാണ്. ഇപ്പം ഇന്ന് ഇറക്കി ഈ വണ്ടിയൊക്കെ പറഞ്ഞാൽ ഇത് നമ്മളുടെ നാട്ടിലെത്തി ഇറക്കി അന്ന് തന്നെ തിരിച്ചു പോരേണ്ട വണ്ടിയാണ്. ചില വണ്ടി ഇന്ന് ബോക്സ് ഇല്ല, നാളെ കയറ്റാം, നാളെ കുറച്ച് ബോക്സ് വരും, മറ്റന്നാൾ കയറ്റാറ്. അങ്ങനെ വരുമ്പോൾ നഷ്ടമാണ്. മാസം 5 ലോഡ് കിട്ടണം വണ്ടിക്ക്. ഇതിനുള്ളിൽ നടക്കുകയാണെങ്കിൽ ഒരു ലോകമാണ്. അവിടെയൊക്കെ നിറച്ച് വണ്ടികളാണ്. ഇപ്പം നടക്കാനാവില്ല, ചാവില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് കയറ്റാനുള്ള വൈക്കോലാണിത്. ഇത് ലോഡ് കയറ്റിയിട്ട് അതിൻ്റെ മേലെ ഇടും. വൈക്കോല്, പേപ്പർ, പിന്നെ ബോക്സിൽ വെക്കണതാണ്. നമുക്ക് കൊണ്ടുപോകാനുള്ള ബോക്സ് കണക്കാക്കി വെച്ച് ഇതിപ്പോൾ നമുക്ക് 660-670 ബോക്സാണ് ഇപ്പോൾ അവർ വെച്ചിട്ടുള്ളത്. വൈക്കോലും പേപ്പറും ഒക്കെ കയറ്റി അങ്ങനെ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോവുകയാണെങ്കിൽ അങ്ങനെ ലേബർ കയറ്റാൻ വന്നാണ്, പണിക്കാർ കയറ്റാൻ വന്നാണ്. പണിക്കാരൊക്കെ കയറണുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് വറൂട് ഒരു 2 കിലോമീറ്റർ പോന്നിട്ടാണ്. ഇപ്പോൾ നമ്മൾ ലേബറൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോഡ് കയറ്റാൻ 10-30 പണിക്കാർ പോരും വണ്ടിയിൽ. അതാണല്ലോ പിരാന്ത്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഹായ് പോലോ യൂട്യൂബ് അപ്പൊ നമ്മളെ ലേബേഴ്സാണ് ഫുള്ള്. ഓറഞ്ച് പണിക്കാരാണ് ഇതൊക്കെ. ലോഡ് കയറ്റാൻ പോവാണ്. ലോഡിങ് ആദ്മിയെ പൂരാ. ഇതോടെ അടിയിൽ കുടുങ്ങിയോ? അങ്ങനെ നമ്മൾ ഇപ്പോൾ വറൂടാണ്. വറൂടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകുന്നൊരു ഉള്ളിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ തോട്ടത്തിലാണ്. ഇതൊക്കെയാണ് ഓറഞ്ച് മരം. നമ്മളിനി തോട്ടത്തേക്ക് പോവാണ്. ഓറഞ്ച് അവിടെ പറിച്ച് കൊടുന്ന് ആൾക്കാർ കൂട്ടുകളിൽ തുടങ്ങിയിരിക്കണ്. നമ്മൾ ഇനി ഓറഞ്ചിൻ്റെ തോട്ടത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തോട്ടത്തിലാണുള്ളത്. നമ്മൾ കൊടുന്ന കാലി ബോക്സൊക്കെ ഇവിടെ ഇറക്കി വെക്കും, ഫുള്ള് ഇറക്കി വെക്കും. വൈക്കോലും കമ്പും കോച്ചിലും ഒക്കെ ഇറക്കി വെക്കും, കയറും. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ചാണ് ഈ കാണുന്നത്. ഓറഞ്ചാണ് ഈ കിടക്കുന്നത്. എല്ലാവരും പറയും ഓറഞ്ചിൽ മരുന്നടിച്ചും. ഈ അറിയാത്തപോലെ എന്തേലും പറയുന്നത് കേട്ടോ ആരും വിശ്വസിക്കരുത് കേട്ടോ. ഈ മരത്തുമ്പോൾ നിന്ന് പൂക്കാണ് ഈ സാധനം ഓറഞ്ച്. ഇത് പറിക്കുക. ഇത് കണ്ട അവിടെ പറിക്കൽ തുടങ്ങി ഞാൻ കാണിത്തരാം. പറിച്ചിട്ട് ഇവിടെ പെട്ടിയിൽ കൊടുന്ന് ഇങ്ങനെ കൂട്ടും. ഇത് മരത്തുമ്പോൾ പറിച്ച് കൊടുന്ന ഇതിൽ ഇനി ഒരു പൊടിയും വെക്കൂല, ഒരു കല്ലിടൂല, ഒന്നും തേക്കൂല, ഇഞ്ചക്ഷനോ ഒന്നും അടിക്കൂല. ഇതിനി സെലക്ട് ചെയ്യും.
ഫസ്റ്റ് സെക്കൻഡ് തിരിക്കും. വലുത് ചെറുത് ഒക്കെ ഐറ്റംസ് നോക്കും. വേ ഓക്കെ. പിന്നെ ഇത് പറിച്ചു കൊണ്ടുവരാണ്. ഒരു 50 പെണ്ണുങ്ങളും ഉണ്ടാവും, ഒരു 10-40 ആണുങ്ങളും ഉണ്ടാവും. ഒക്കെപ്പാടെ ഒരു 10-40-50 ആൾക്കാർ 90 ആൾക്കാരുണ്ടാവും ഒരു ലോഡ് കയറ്റാൻ. നമ്മളെ നാട്ടിലെ കുരുമുളക് കുറച്ചമാതിരിയാണ് ഇത് പറിക്കുക. ഇത് കണ്ടോ, പറിക്കാനാണ് ഇത്. പറിക്കാനൊരു സെക്ഷൻ. ഇങ്ങനെയാണ് ഓറഞ്ച് പറിക്കുക. ഹായ്, ഇതല്ലോ ഓറഞ്ചാണ് ഈ പൊത്ത് നിൽക്കുന്നത് ഈ മരത്തുമ്മ. ഓരോരുത്തർ പറയണേക്കാ ഓറഞ്ചിൽ അങ്ങനെ മരുന്നടിച്ചു ഇങ്ങനെ മരുന്നടിച്ചു എന്നൊക്കെ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ. ഈ മരത്തുമ്മ നിന്ന് പൊക്കും ഈ സാധനം. ഇത് കളറാകുമ്പോൾ ഇത് പറിക്കൽ തന്നെ തുടങ്ങുള്ളൂ. ഇനി ഇത് പറിച്ച് അവിടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് സെക്കൻഡ്. ഇപ്പോൾ ഈ കോമ്പലി തന്നെ ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റാണ്. ഇത് സെക്കൻഡ് പോവും. ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്തിട്ട് വേണം അവർക്ക് കയറ്റാൻ. ഇതാണ് ഓറഞ്ചിൻ്റെ തോട്ടം. ഇങ്ങനെയാണ് ഓറഞ്ച് വരുന്നതും ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഓറഞ്ചിൻ്റെ മരം കണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുക, നീണ്ട് കിടക്കുക. പാമ്പുകളുണ്ടാവും, അതാ പേടി. നല്ല മൂർക്കം പാമ്പുകളുണ്ടാവും ഈ ഓറഞ്ച് തോട്ടത്തിൽ. ഇത് നടക്കാനും പേടിയാണ്. അപ്പോൾ നമ്മളിനി ഓറഞ്ച് പറിച്ചത് കാട്ടിത്തരാം. ഓറഞ്ച് നമ്മൾ എങ്ങനെ പറിക്കുക, എന്താണ് കാട്ടുന്നത്. ഓറഞ്ച് പറിച്ച് കാണ്ട് ഇവർ ഈ ചാക്കിൽ എങ്ങനെ ഇടും. ഈ ചാക്കൊക്കെ ഇട്ടിട്ട് അതൊന്ന് അറിയുമ്പോൾ ഒരു പെട്ടിന് വെച്ചെടുക്കും. അയക്കൻ ശരി. നല്ല എക്സ്പീരിയൻസ് പണിക്കാരാണ്, സ്പീഡുണ്ട്. ഇത് പറിച്ചു പോകണം. കോണി ഒരു ചെറിയ പോലത്തെ ഒരു സ്വന്തം, നമുക്ക് സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ടായിരുന്ന മാതിരി ഇത് ഓരോരുത്തർക്കും ഒരു ഏണിയാണ്. ആ ഏണി അവർ വേറെ ആർക്കും കൊടുക്കില്ല, അത് വിട്ടുകൊടുക്കും. ഇതുപോലെ ആയതാണ്. ഹായ്, എത്തുന്നതൊക്കെ ഇവർ ഇവിടുന്ന് പറിക്കാണ്. ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു ലോറിക്ക് നിറച്ച് പെണ്ണുങ്ങളും പോരും, അതിനൊപ്പം കുറച്ച് ആണുങ്ങളും. ഏകദേശമൊക്കെ ഇവർ ഫാമിലി ആയിരിക്കും. ഇവിടുത്തെ ആരാന്നും ആവില്ല. ഇവർ MP UP അങ്ങനത്തെ ഈ സീസൺ ആകുമ്പോൾ ഇവിടെ വരുന്നതാണ്. നമ്മൾ ഗൾഫ് പ്രവാസിയായി ഗൾഫിക്ക് പോകില്ല, അതേമാതിരി ഒക്കെ 16, 18, 20 വയസ്സായ പെൺകുട്ടികളേക്കാരം കൂടുതൽ. പക്ഷെ ഒരു ഫാമിലിയാണ്. ഓരോ വാപ്പിയും മക്കളും ഏട്ടനച്ചന്മാരും ആംഗ്ലയും മങ്ങളൊക്കെ ഇക്കാരം. ഇത് കണ്ട് ഞങ്ങൾ ഓറഞ്ചാണ് ഈ കിടക്കുന്നത്. ഇതിലിപ്പോൾ ഇവർ എന്ത് മരുന്ന് കയറ്റാണ് എല്ലാവരും പറയണേക്കെ. ഓറഞ്ചിൽ അങ്ങനെ, ഓറഞ്ചിൽ ഇങ്ങനെയെന്നൊക്കെ. ഇവിടെ ഇതൊന്നുമില്ല കേട്ടോ. ഇതാണ് ഓറഞ്ച് പറിക്കണേ. भैया ठीक है। नाम क्या? दीपक। ओके। ഇങ്ങനെ പറിച്ച ചാക്കാണ്. ഇനി ആ ചാക്കത്തത് ഇപ്പം കാണിച്ചു തരാം. അങ്ങനൊരു ബോക്സ് എടുക്കും. ആ ബോക്സ് എടുത്തിട്ട് ബോക്സ് കഞ്ചേരിയും. അതാണ് സംഭവിക്കുന്നത്. അത് ഇനി ഇവരിതേപോലെ ഏറ്റിക്കൊണ്ടുപോകും. ഏറ്റിക്കൊണ്ടുപോയിട്ട് വണ്ടീൻ്റെ അടുത്ത്, വണ്ടി ചെല്ലുന്നതിൻ്റെ അടുത്തായിട്ട് അവിടെ അവർ കൂട്ടി വെക്കും. പായിട്ടിട്ട് പായലങ്ങനെ കൂട്ടി വെക്കും. ഇനിയിപ്പോൾ നമ്മളെ വണ്ടിയിൽ വന്ന പെണ്ണുങ്ങളാണ് അത് സെലക്ട് ചെയ്യുക. വലുത് ഏത്, ചെറുത് ഏത് എന്നുള്ളതൊക്കെ. ഇത് മരത്തുമ്പോൾ നിന്ന് ലൈവായിട്ട് പറിച്ച് തിന്ന് അതൊരു വൈബ് വേറെയാണ്. दीपक सुपर है माल अच्छा है ना। അപ്പോൾ ഇവന്റെ പേര് ദീപക്കാണ്. ഇത് കണ്ടോ, അതൊക്കെ കളറായി ഇങ്ങനെ വരികയാണ്. ഇത് പഴുത്തു, ഓവർ പഴുത്തൊക്കെ ഒഴിവാക്കും, അതൊന്നും കയറ്റൂല. അപ്പോൾ ഇതാണ് ഓറഞ്ച് തോട്ടം. ഇതങ്ങനെ പോകും. ഇത് തലക്കൊക്കെ പോകണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചേണ്ടി വരും. അത്രയും ഏക്കർ കണക്കിന്
ഇതുണ്ടാവും. നമുക്കിതിൽ നടക്കണേ പിരാന്ത് അടിച്ചു. നമ്മൾ രസത്തിൽ അങ്ങനെ നടന്നു പോരും. പിന്നെ വണ്ടീൻ്റെ അടുത്ത് കത്തണമെങ്കിൽ അന്തേക്ക് സെക്കൻഡ് ഷോട്ട് പെരേക്ക് നടന്നു പോകണ മാതിരിയായിരിക്കും. കിടക്കണതൊക്കെ മുതല നാട്ടിലേക്ക് എത്തിയാൽ കിലോ 60 ഉറുപ്പ്യയായി. ഇവിടെ 40 ഉറുപ്പ്യ 30 ഉറുപ്പ്യൊക്കെ വില ഇവിടെ തന്നെ ഉണ്ട്. ഒരു 10 ഉറുപ്പ്യ കിലോന് വണ്ടി വാടക വരും. വണ്ടി വാടക ഒരു 10 ഉറുപ്പ്യ കാണണം. പിന്നെ ഇറക്ക് കയറ്റ്, പിന്നെ വിൽക്കണ കടക്കാർ ചെറിയ ലാഭം. ഇത് വലിയ കച്ചവടക്കാർക്കൊന്നും വലിയ ലാഭമല്ല കേട്ടോ. കിലോന് ഒരു ഉറുപ്പ്യ 50 പൈസയൊക്കെ മാർച്ചത്തിലാണ് ഇവരൊക്കെ വിൽക്കുന്നത്. ഇതൊന്നും ഇപ്പോൾ ലാഭമല്ല. അതൊക്കെ കോമ്പറ്റീഷനായി, ഭയങ്കര മത്സര കച്ചവടമായി. ഏതൊരു ഫ്രൂട്ട്സ് കടക്കാരനും ലാഭമല്ലെങ്കിലും 3-4 ലോഡ് ഡെയിലി ഇറക്കും. എന്താ വെച്ചാൽ പേരും കിട്ടും, പ്രശസ്തിയും കിട്ടും. അങ്ങനെ കുറേ ഉണ്ട്. നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. ചില ലോടുമ്പോൾ നല്ല പൈസ കിട്ടും. ജനങ്ങൾ മുതലാണ് ഈ തൂങ്ങി കിടക്കുന്നത്. ഇതൊക്കെ രസം വേറെ തന്നെ. ഇതൊക്കെ കാണണമെങ്കിൽ ലോറി തന്നെ പോയിരുന്നു. കുറേ പൈസ ഉണ്ടായിട്ടൊന്നും ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. നമുക്കിത് ആസ്വദിക്കാൻ പൈസ ഇങ്ങോട്ട് തരികയാണ്. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, അത് വേറെ വിഷയം. ഇപ്പം നമുക്കിത് കാണലുമായി. കുടിക്ക് പോകുമ്പോൾ ഒരു 10,000 ഉറുപ്പ്യ കിട്ടലുമായി. ഒരു 10,000 ഉറുപ്പ്യ വാങ്ങി പോകാം. നമുക്ക് കുട്ടികൾക്ക് ലെസ് ഓറഞ്ചും കൊണ്ടുപോകാം. അതൊക്കെയാണ് ലോറിപ്പണിക്കുള്ള മെച്ചം. ലോറിപ്പണിക്ക് പോയാൽ എന്താ വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സ്, മുന്തിരി, ആപ്പിള്, ഓറഞ്ച്, അനാറ്, പിന്നെ കിനു, ഈത്തപ്പഴം, അതുപോലെ നെല്ലിക്ക. ഇപ്പോൾ നെല്ലിക്ക സീസണായി. ഡൽഹി, ജയ്പൂരൊക്കെ നെല്ലിക്ക ആയി തുടങ്ങി. ഞങ്ങൾ പോരുമ്പോണ്ട് അതിലൊക്കെ നെല്ലിക്ക നല്ല മൂത്ത് നിൽക്കൽ തുടങ്ങിയിരിക്കണം. ഇതുണ്ടെങ്കിൽ ഓറഞ്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓറഞ്ച് ഇതിൻ്റെ അവസ്ഥ. അങ്ങോട്ട് ഉള്ളിലേക്ക് കുറേ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പോയാൽ ചിലപ്പോൾ പണി കിട്ടും. നല്ല സൈസ് സാധനങ്ങളുണ്ടാവും ഓറഞ്ച് നടത്തിൽ, മുറുക്കം പാമ്പേ. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ ആളും അനക്കൊല്ലോടത്ത് ഇങ്ങനെ മുട്ടിത്തിരിയാണ്. മരത്തുമ്മലൊക്കെ ഉണ്ടാവും. ഈ ഓറഞ്ചുകളുടെ അടിയിൽ കൂടിയൊക്കെ ഉണ്ടാവും. നമ്മളൊരുപാട് വീഡിയോ കണ്ടിട്ടുള്ളത്, നേരിട്ടും കണ്ടിക്കണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓറഞ്ചും തോട്ടവും ഓറഞ്ച് കൃഷിയും. ഇതിനൊരു ചിലവുമില്ല. വെറും വെള്ളം മാത്രം അടിച്ചു കൊടുക്കുന്നതാണ് ഇവർ. ഇനി തുടക്കത്തിൽ കായ്ക്കുമ്പോൾ എന്തെങ്കിലും മരുന്നടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിത് സീസൺ ആകുമ്പോഴല്ലേ വരുള്ളൂ. മരത്തുമ്പോൾ നിന്ന് കാണ്ട് ഇത് കളറാവും. കളറായിട്ടാണ് ഇത് പറിക്കൽ തുടങ്ങുക. ഇനി ഇവിടുന്ന് ഒരു 2 മാസം തന്നെ പണി. ഇതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചഞ്ചി നിറച്ച് എന്നിട്ട് അത് അങ്ങനെ ബോക്സൊക്കെ നിൽക്കും. ആകല്ലൊരു മെച്ചതാണ്. കായ് കൊടുക്കാതെ എത്ര തിന്ന. ഇതൊരു കിണറാണ്. നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല കപ്പിയും കയറുന്നല്ല ഇവിടെ. ചാലോ. ഇതൊക്കെ നമുക്ക് കിട്ടിയല്ലോ. വെള്ളം ഉണ്ടല്ലേ. പാനി നെയ്യേ തോടാനാ पीने का है पता चपाती सब्जी क्या दाल है और नहीं है वो क्या है कि इसमें नमक है खाओ क्या नाम है उसका നിഖിൽ ആകാശ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ വന്നവരാണ് ഇവരാണ് ലോഡിങ്ങുകാർ, അട്ടിക്കാരാണ് ഇവർ അല്ലേ, അട്ടിവാല. അപ്പോൾ അവരൊക്കെയാണ് ഇതിൻ്റെ പണിക്കാർ. आपका कितना एक दिन का पैसा मिला? 600 रुपया. लड़की का है? लड़की का कितना? लड़की वाला 450 450 है. അപ്പോൾ 450 റുപ്യ പെണ്ണുങ്ങൾക്കും 600 റുപ്യ ആണുങ്ങൾക്കും പറഞ്ഞു. അപ്പോൾ ഓറഞ്ചാണ് നിൽക്കണത്.
അപ്പോൾ ഓറഞ്ചിനെ കുറിച്ച് നിങ്ങൾ സംശയം തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിലൊരു മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കണ്ട മരത്തമ്മ നിന്ന് പൗക്കാണ്. നമ്മളെ മാമ്പഴം എന്നൊക്കെ പറയുന്ന മാങ്ങ പിന്നെ പച്ച പറിച്ച് അതിൽ പിന്നെ പെട്ടെന്ന് പൂക്കാൻ പൗഡർ ഇടുമെന്ന് പറഞ്ഞേക്കാം. നമ്മൾ കണ്ടിട്ടില്ല. കാർബണിൻ്റെ പാക്കറ്റ് വെക്കും. ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ പറിക്കും. ഞാൻ പാക്ക് ചെയ്യണം ലോഡ് ചെയ്യണമൊക്കെ ശരിക്ക് കാട്ടി തരണ്ടേ. അപ്പോൾ എല്ലാവരും സംശയം തീരും. പിന്നെ ഓവർ പെത്ത് കഴിഞ്ഞാൽ ഏതും പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തോട്ടത്തിൻ്റെ ആൾക്കാരാണ് ആ പോണത്. ഈ ചാക്കൊക്കെ ഇങ്ങനെ ഇടും. പറിച്ചോ അപ്പോൾ ഈ പറിക്കാർക്ക് 400 രൂപയാണ് കൂലി. 400 എന്നാണ് പറയുന്നത്. 400 रुपया लड़का का 600 रुपया. അല്ലേ ഭയ്യ? വേണ്ടോ? ഇതിങ്ങനെ പറിച്ച് ബോക്സിലാക്കി വെക്കും. എന്നിട്ട് അവരങ്ങനെ ഏറ്റി കൊണ്ടുപോകും. യൂട്യൂബ് പ്രോബ്ലം ചെയ്യാനാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവർ പറയണത്. ഞങ്ങൾക്ക് 400 റുപ്യാണ് കൂലി. രാവിലെ വരും, ഒരു വണ്ടിക്ക് എല്ലാവരും ഇവിടെ ആട്ടിത്തൊലിച്ച് കൊണ്ടുവരും. ഇവിടെ വണ്ടിക്ക് ലോഡായ പറിച്ച് കൊണ്ടുപോകും. मेरा लांग्वेज तुमको मालूम नहीं है, मैं केरला में बोला है. ഞാൻ പറയുന്നുണ്ട് ഒരു ചിരിക്ക. ആപ്പ് ഹിന്ദി പോലോ. അപ്പോൾ ഇവർ ഏണിമേ ഈ കോണിമ ഇങ്ങനെ കയറും. എന്നിട്ട് അതിൽ ഫുള്ള് ചാക്ക് ഫുള്ളാക്കിയിട്ട് ബോക്സൊക്കെ ഇടാറും. അല്ലേ മാമി? ये फुल कराना बॉक्स में फुल कराना. मामी घर किधर है? एमपी में. एमपी किधर है? एमपी घर का सिटी का नाम, सिटी का नाम बोली. इंदौर है. नागपुर महाराष्ट्र है ना. पंडोर ना. इधर सामने बॉर्डर है ना, एमपी बॉर्डर है ना. ओके. पहले इंदौर आदमी बहुत आया ना इधर. एमपी आदमी इंदौर भोपाल ऐसा आदमी बहुत आया ना. वो सीजन खत्म. दूसरा काम क्या है? ये सीजन हो गया. दूसरा काम क्या है? संतरा सीजन हो गया ना. आम मैंगो सीजन है. ഓക്കെ. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാൽ അവർക്ക് മാംഗോ പറിക്കലും മാംഗോ പാക്കിങ്ങിൻ്റെ പണിയാണ്. ഇങ്ങനെയാണ് പരിപാടി. ബോക്സിൽ നിറച്ച് ഒരാൾ പിടിച്ചെടുക്കും. ഞങ്ങനെ കിലോമീറ്റർ എത്താണ്ട് അങ്ങോട്ട് പോകണം കേട്ടോ. ബഹുത് ദൂരെ ഗാഡി സാമനെ നെയ്യേ. അങ്ങനെ നടന്നു പോവും. ചെറിയ ചെക്കന്മാരാ. ഇവനൊക്കെ 14 വയസ്സായിരിക്കും. 14-15 വയസ്സായിരിക്കും. ഇവരെങ്ങനെ ഫാമിലി മൊത്തം വരും. ഫാമിലി അച്ഛനും അമ്മയും പെങ്ങളും ഏട്ടനും അഞ്ചനും അയലൊക്കെക്കാരും ഒക്കെ പാടാൻ വരികയാണ്. എന്നിട്ട് പറിച്ചിട്ട് കൊന്നുകൂട്ടിയാണ് വെക്കും അവിടെ. ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോകാം. ഇവർക്ക് ലോഡാകാൻ ഏകദേശം ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ ഇവരെ പണി കഴിഞ്ഞ് പിന്നെ നിർത്തി വെക്കും. പിന്നെ വേറെ വണ്ടി വരികയാണെങ്കിൽ അതിന് പറിക്കും. പിന്നെ പാക്കിങ്ങിന് അവിടെ വേറെ ടീമുണ്ട്. ഈ ചാടിക്കിടക്കണ ഓറഞ്ച് മതി നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ. എത്രങ്ങാനും സാധനം വേസ്റ്റായി പോകാലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്താണ് അജി ചെറിച്ചന്? चाचा कैसे हो? ठीक है. ओके भाई आराम से. नीचे पानी है. स्कूल नहीं है तुम्हारा? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറിക്കണ കുറേ ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊരു കാര്യമൊന്നുമില്ല. ഇതന്നെ പരിപാടി.
അങ്ങനെ അങ്ങനെ ഉള്ളിലേക്ക് പോവാട്ടോ. ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് നോക്കട്ടെ കിട്ടും. അത് പോകാനാവില്ല. ആ ആ കേരള 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 ओ बहुत गाड़ी गए ज्यादा केरला केरला में सेल ज्यादा എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ വറൂഡിലാണുള്ളത്. ഇതുപോലൊക്കെ ലക്ഷക്കണക്കിന് ലേ കേരള കേരള സ്റ്റേറ്റ് ആ കാലിക്കട്ട് കാലിക്കട്ട് मंजेरी बोलेगा हाँ मंजेरी मालूम है ना हाँ मंजेरी है मंजेरी है मंजेरी गाड़ी है मैं मंजेरी आदमी है അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറിക്കാർ. ഇപ്പോൾ ഏകദേശം ഇവിടെ തന്നെ 4, 6, 7, 10, 18, 20 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ ഏറ്റവും കുറേ ആൾക്കാരുണ്ട്. ഒരു 50 ആൾക്കാർ മിനിമം ഉണ്ടാവും. അതാണ് നിങ്ങൾ ചാടി കിടക്കണം. എത്ര റുപ്യൻ്റെ എത്ര ആ ആ ठीक है ठीक है अच्छा है इंस्टाग्राम है फेसबुक है ये यूट्यूब में डालना है ये यूट्यूब 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 मैं आईडी डालो लोरी लाइफ रियाज लोरी लाइफ रियाज है अब मैं आया. അപ്പോൾ നമ്മുടെ ഈ ചാടി കിടക്കുന്ന ഈ വേസ്റ്റ് മാത്രം ഉണ്ടാവും ഒരു 10 ബോക്സ് ഇവിടെ ഇവിടെ ആ हाँ पूरा सब आदमी है. गार्डन का अंकल है ये गार्डन अंकल का है. हाँ चाचा वो कितना एकड़ है ये लकड़ी कितना ये 500 550 पेड़ 550 हाँ 550 600 600 का अंदर है ना 600 का अंदर है. हाँ चाचा का माल है. माल अच्छा है सुपर है. चाचा का भी माल अच्छा है. चाचा का माल अच्छा है. ഇതാണ് ഇതിൻ്റെ ആള് കേട്ടോ. 600 മരത്തിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ ഉള്ളില്. ഇതാണ് നമ്മളെ സാധനത്തിൻ്റെ ആൾക്കാർ. ഇവര് ഈ ചാച്ചാൻ്റെ ഒക്കെ ഒന്ന് വാങ്ങണാണ്. കിലോന് ഇത്രയെന്ന് പറഞ്ഞാണ്ട് ഫസ്റ്റ് ഇത്ര സെക്കൻഡ് ഇത്ര പറഞ്ഞാണ്ട്. അപ്പോൾ അങ്ങനെയാണിത് ലേലം. ടെന്നിന് ചെയ്ത് നമ്മൾ പോകുമ്പോൾ വെയിറ്റ് എടുത്ത് തൂക്കി അതിൻ്റെ തൂക്കത്തിൽ 100-300 കിലോ വെയിറ്റ് കുറച്ച് വേസ്റ്റ് ഡാമേജ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കീച്ചിട്ട് വേണം ചാച്ചനക്ക് പൈസ കിട്ടാൻ. നമ്മളെ പാർട്ടിക്ക് നാട്ടിലെ പാർട്ടിക്ക് അവിടെ എത്തുമ്പോഴത്തേന് ഇതിൽ ഇപ്പോൾ ഈ കളറ് വന്നതൊക്കെ അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ഡാമേജ് ആയിട്ടുണ്ടാവും. അങ്ങനെ അവർക്കും ഒരു 400 കിലോ 500 കിലോ അവർക്കും ഷോർട്ടേജ് വരും. സാധനം കേടുന്നിട്ട് പിന്നെ എന്താ ഒക്കെ ഒരു ബിസിനസ് അല്ലേ. ചില ലോഡുമ്പോൾ ലാഭം ഉണ്ടാവും, ചില ലോഡുമ്പോൾ നഷ്ടം ഉണ്ടാവും. ഇവിടെയൊക്കെ പറിക്കാർ തന്നെ കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ട്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഒരു 50 ആൾക്കാർ മിനിമം ഉണ്ടാവും. ആ കേളോ പറിച്ചോ പറിച്ചോ. എല്ലാവരും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ നമ്മൾ സാധാരണ എല്ലാവരും വീഡിയോ എടുക്കണം. നമ്മൾ ഈ വോയിസ് ലൈവ് കൊടുക്കല്ലേ. അപ്പോൾ അത് കാരണം അവർക്ക് ഇങ്ങനെ സംസാരിക്കും. യൂട്യൂബിൽ കാണോ ഫേസ്ബുക്കിൽ കാണോ. അമ്മച്ചിയെ അമ്മച്ചിയാളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വലിയവരുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ചാണ് ഈ കിടക്കണത് തോന്നുന്നു. മുതലാണ് ഈ കിടക്കണത്. ഒരു 10 ഓറഞ്ച് 12 ഓറഞ്ച് വന്നാൽ 1 കിലോ ഓറഞ്ച് ഉണ്ടാവും. ഇടത്തരം കായിട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയിൽ വന്നവരാണ് ഈ കാണുന്നത്. ഇവരിങ്ങനെ സെലക്ഷൻ ചെയ്യും, ചെറുത് വലുത്. ഇങ്ങനെ പേപ്പർ വെക്കുക, 2 സൈഡിൽ പേപ്പർ വെക്കും. പേപ്പർ വെച്ചിട്ട് അതിക്ക് ഫസ്റ്റ് ചെറുത്, ഇത് സെക്കൻഡാണ്, അതിക്കിടുന്ന സെക്കൻഡ്, ഇതിക്കിടുന്ന ഫസ്റ്റ്. അങ്ങനെയാണിത് പാക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ബോക്സ് കണ്ടത് ഇതിൽ ഒന്നും ഇട്ടില്ല. ഇത് ഞാൻ നിറച്ചിട്ട് പേപ്പർ മടക്കി വെക്കും വണ്ടിക്ക്. അങ്ങനെ നേരെ വണ്ടിക്കാണ് പോണത്. ഇതിൽ മരുന്നുമില്ല, മുക്കടിയില്ല, ഒരു കെമിക്കലും ഇല്ല. ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തപോലെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ഇതൊക്കെ കളറായി വരുന്നുള്ളൂ. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല കളറാവും.
ഇതൊക്കെ നമ്മളെ വണ്ടിയിൽ പോകുന്ന ആൾക്കാരാട്ടോ. ഇവര് സെലക്ഷൻ ചെയ്യാൻ ഫസ്റ്റ് സെക്കൻഡ് ഐറ്റംസ് തിരിച്ചാണ്. ഇത് ഫസ്റ്റ് സെക്കൻഡ് ഐറ്റം തിരിച്ചാണ്. അതിൽ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയതുണ്ടായിരുന്നു, ചീത്ത അറിയണം. ഇതിപ്പോ വേസ്റ്റ് മാറ്റി വെച്ചാണ്. ഇതിപ്പോ വേസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇവിടുത്തെ വേസ്റ്റ് മതി നമ്മളെ നാട്ടിൽ ഫസ്റ്റ്. ഓല് സാധനം അങ്ങോട്ടും കൂടെ പാക്ക് കൈ മാറും. സെക്കൻഡ് വേറെ ഫസ്റ്റ് വേറെ ആക്കണത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 4 അങ്ങോട്ടും കൂടെ മാറും. അതിനിപ്പം ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ബൈ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓറഞ്ച് വരുന്നതും പാക്ക് ചെയ്യുന്നതും കയറ്റുന്നതും. ആ പോണത് നേരെ വണ്ടിക്കാണ് പോണത് കേട്ടോ. വണ്ടിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മളെ പാക്കിങ്. അതിലങ്ങനെ കൊണ്ടുപോയിട്ട് പാക്കിങ് ആക്കും. ഇതിന് ചൊറുക്ക് കിട്ടാൻ വേണ്ടി കണ്ട് മേലെ 4 നല്ലത് കളറ് വന്നത് ഒക്കെ മേലെ വെക്കും. അടിയിലൊക്കെ സൈസ് വരെ മാതിരി തന്നെ കാരണം ചെറുതും വലുതൊക്കെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും മേലെ ഒരു 4. അപ്പം നമ്മൾ എന്തൊരു സാധനം ഉണ്ടാവുമല്ലോ ചൊറുക്കിട്ടാൻ കടയിൽ. ഇനിയിപ്പോൾ മീൻ മുക്കുകയാണെങ്കിൽ 4 മീൻ മേലെ കയറ്റേക്കുമല്ലോ നല്ല വലുത് നോക്കിയിട്ട്. ഇതോ അപ്പോൾ ഇത് പാക്ക് ചെയ്തു. ഇത് കഴിഞ്ഞു. ഇനി മറ്റോ വന്നത് വണ്ടിക്ക് കൊണ്ടുപോകും. അപ്പം ഇതാണ് പരിപാടി. ഓറഞ്ച് പണി അറിയുന്നതാണ്. മരത്തുമെന്ന് പറിക്കുന്നു, ഇവിടെ കൊടുന്ന് അങ്ങനെ വരുന്നത് അവിടെ ചെരിയും. അവിടെ അങ്ങനെ ചെരിയും. ഇവിടുന്ന് ഇങ്ങനെ സെലക്ഷൻ ചെയ്ത് പോകും. ഇപ്പം നമ്മൾ രാവിലെ തന്നെ വന്നാണ് പറി തുടങ്ങിയിട്ടുള്ളൂ. ശരിക്കും സാധാരണ ഒരു ഉച്ചാകുമ്പോഴൊക്കെ 10 12 മണിക്കൊക്കെ വണ്ടി എത്തിയാൽ മല മാതിരി കിടക്കേക്കാണ് ഓറഞ്ച്. ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സാധനം ആയിട്ടില്ല. ഇനി ഇതിങ്ങോട്ട് കുന്നു കൂടും. ഈ 10-50 ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സാധനം. ചിലതാണ് ഒറ്റപ്പെട്ട് നടക്കണേ പേടിക്കണം. നല്ല സൈസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാണലുണ്ട്. അതുകൊണ്ടാണ് പേടി എനിക്ക്. കാരണം പാമ്പ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു പേടിയുള്ളൊരു മനുഷ്യൻ. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിന്. എന്നാലും നായ്ക്കളെ പേടിയില്ല കേട്ടോ നമുക്ക്. പാവ ഈ പെണ്ണുങ്ങളൊക്കെ എത്ര ബോക്സ് കൊണ്ടുവരണോ. പാവം തോന്നും. 400 രൂപ കൂലി ഉണ്ട്. ഏതായാലും ഡെയിലി പണിയാണ്. ഞായറാഴ്ച ലീവ്, പിന്നെ 2ാം ശനി ലീവ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. മാസം ഒരു 12,000 രൂപ ശമ്പളം വാങ്ങിപ്പോവാം. 400 രൂപയാണ്. അപ്പോൾ 12,000 രൂപ എന്താ പറ്റിക്കണ കഥ. നമുക്ക് ഇൻഷാല്ലാ 5 ദിവസം കൊണ്ട് 10,000-12,000 കിട്ടും. നമുക്ക് 5 ദിവസം കൊണ്ട് കിട്ടുന്ന പോലെക്കൊരു മാസം കൊണ്ട് കിട്ടുള്ളൂ. അതിന് എത്ര പണിയെടുക്കണം. കൊലമായിട്ട് കിടക്കുകയാണ്. ഇത് കല്ലച്ച് പോയിക്കണം വെയിൽ കൊണ്ടിട്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഉള്ളിൽ വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഓറഞ്ചാണ്. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നാട്ടിലേക്ക് ഓറഞ്ച് വരുന്നതും എടുത്തുന്നതും കേട്ടോ. ഇങ്ങനെ ഇവിടെ ഭയങ്കര കൃഷി. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട്ട് കൂടി ഇങ്ങനെ നോക്കിയാൽ കാണാം. എത്ര ഇതിൻ്റെ തല മുതൽ ആ തല വരെ കാണാൻ കഴിയില്ല. അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞില്ല, അതേമാതിരിയാണ് ഇപ്പോൾ. ഇത് ആകെ ഓറഞ്ചാണ്. നമുക്ക് ഈ തോട്ടത്തിൽ നിന്നല്ല, നമുക്ക് പറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ രാവിലെയൊക്കെ വീഡിയോ എടുത്തത്. ഇതതിൻ്റെ അപ്പുറത്തെ തോട്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ പറിച്ച് അങ്ങോട്ട് എത്തിക്കണം. ലാസ്റ്റിലേക്ക് എത്തിക്കണം. ഞാൻ അവിടെ പോകണമെങ്കിൽ കുറേ നടക്കണം. അപ്പോൾ എടുത്തുള്ള തോട്ടത്തിൽ കയറിയതാണ്. ഇതിന് ഇയാളെ തന്നെയാണോ അതും അറിയില്ല. അപ്പോൾ കണ്ടോളി. ഓറഞ്ച് തോട്ടം കാണാത്തവർ ഓറഞ്ച് തോട്ടം കണ്ടോളി. ഇങ്ങനെയൊക്കെ പൊത്ത് നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ ഇങ്ങനെ കുറേ ചാടിയുണ്ടോ നിലത്ത് ഇഷ്ടം പോലെ കിടക്കുന്നു. ഇനി ഇത് പറിക്കുക. ഇതിൽ വലുതേതാ ചെറുതേതാ നോക്കിയിട്ട് ഡാമേജും കാര്യങ്ങളും ഇല്ലാത്തത് ഫസ്റ്റ് ആവും. കുറച്ച് ചെറിയ ഐറ്റംസ് സെക്കൻഡായി വരും. ഇതിപ്പോൾ അവിടെ കണ്ടത് അവിടെ നല്ല കളർ വന്നത് വെയിൽ കൊണ്ടിട്ടാണ്. ഇത് കളറായി വരുന്നുള്ളൂ. ഇനി അത് കുറച്ച് പൊത്ത് ചാടൽ തുടങ്ങുമ്പോഴത്തേന് ഇത് കളറാവും. അപ്പം മൊത്തത്തിലൊരു പറിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ തോട്ടത്തിൻ്റെ വൃത്തി നോക്കാൻ നിങ്ങൾ ഇതിൽ വല്ലാതെ കാടും മുന്തും ഒന്നുമില്ല.
ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ കേട്ടോ. ഇതേമാതിരി ഒരു തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നടത്തേനു. എന്ത് ചെയ്യും, നമുക്ക് തോട്ടമില്ല ആട്ടമില്ല പറഞ്ഞ മാതിരി. അല്ലാ, ഇവിടുന്നാണ്ട് നടക്കുകയാണെങ്കിലേ ഇതിൻ്റെ അറ്റം കാണില്ല. സൂം ചെയ്തത് ലാസ്റ്റ് സൂമിങ് ആണ് ഇപ്പോൾ. ഓട്ടോറിക്ഷ വണ്ടി വരും അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഓറഞ്ചിൻ്റെ മരങ്ങളാണ് ഇതിങ്ങനെ. ഇനി ഓരോരുത്തർ കമൻറ്റിൽ നമ്മളോട് ചോദിക്കുന്നതിൻ്റെ തൈ കിട്ടുമോ, തൈനെന്താ വില, ഇത് അവിടുന്ന് തൈ കൊണ്ടുവരാൻ പറ്റുമോ, അതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ അറിയിക്കും കേട്ടോ. അങ്ങനെ നടന്ന് കിതക്കൽ തുടങ്ങിയപ്പോൾ ഇനി എവിടെ പോയി അതിൽ വന്നത്, എങ്ങോട്ട് നോക്കിയാലും കടൽക്ക് നോക്കിയ മാതിരി ഒരേ മാതിരിയാണ്. ഇവിടെ ഇരുന്ന് നോക്കണം, വണ്ടി പെയ്തു വാർത്ത. ബോക്സ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ വഴി കണ്ടുപിടിച്ച് ഗേഷ് വെട്ടുപോയി ഗേഷ് ഓറഞ്ച് തോട്ടത്തിൽ. ഞങ്ങളിപ്പോൾ നമ്മളൊക്കെ ഒന്ന് ചോറൊക്കെ വെച്ച് കഴിച്ച് ചാടി കളിച്ച് നടക്കണം. ഏകദേശം പകുതി ലോഡായി. ഇത് നമ്മളെ ഭായിമാരാണ്, പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കയറ്റുന്ന വണ്ടി. ഇതാണ് പകുതി ലോഡായിപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ രാവിലെ കണ്ടപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ സെലക്ട് ചെയ്ത് ഇവിടെ എത്തി. ഇനി ഇത് ലോഡാവുന്നത് വരെ ഇവിടെ വരും സാധനം. നമ്മുടെ നാട്ടിൽ 1 കിലോന് 60 ഉറുപ്പ്യല്ലേ, അത് വെച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര ഉറുപ്പ്യൻ്റെ മുതലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാ, മരത്തുമെന്ന് വേണമെങ്കിൽ മരത്തുമെന്ന് പറിക്കിച്ച് കഴിക്കാം. ഇതിൽ നിന്ന് വേണോ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഞാൻ ഏതായാലും ഇതിനെടുത്തിക്കണം. ഇവനൊരു മുതലായിരിക്കും. ഇവനെ എടുക്കുമ്പോൾ ഒരു 3-4 എടുക്കുക. ഒരു വൈക്ക് പോവല്ലേ, കിടക്കട്ടെ. ഇതാണ് ഓറഞ്ച്. ഇങ്ങനത്തെ ഓറഞ്ച് നല്ല മധുരം ഉണ്ടാവും. ഇത് ഓവർ സൈസും അല്ല. ഈ പൊള്ളപ്പല്ലേ അത് എടുക്കരുത്, വലിയ സൈസ് ഉണ്ടാവും. അത് ഓറഞ്ച് മധുരം കമ്മിയായിരിക്കും, നല്ല വെള്ളം ഉണ്ടാവും അതിൽ. ഇത് രോഗികൾക്കുള്ള സാധനമാണ്. അതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാനുള്ളത് മെഡിസിനാണുള്ളത് അല്ലേ. എല്ലാ ഹോസ്പിറ്റലിലും ഏതൊരു മനുഷ്യനും നമ്മൾ കാണാൻ പോകുമ്പോൾ വാങ്ങുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇതിന് അത്രയും ഗുണം ഉണ്ടാകുകൊണ്ടാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഗ്ലൂക്കോസാണ്, മെഡിസിനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഓറഞ്ചും കാട് ഓറഞ്ചും തോട്ടം എന്ന് പറയാൻ പറ്റില്ല, മെഡിസിൻ മരമാണ്. അപ്പോൾ ആ കാണുന്നതൊക്കെ ഒഴിവാക്കിയതാട്ടോ. ഇത് ഒഴിവാക്കി, ഇത് വേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിയപ്പോൾ ഒരു 3 കിലോ 100 പേരാണ് കൊടുക്കുക. അതിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകണതിനൊക്കെ ചിലവ് തന്നെയല്ലേ. 3 കിലോ ഇവിടുന്ന് എത്തുമ്പോൾ 30 ഉറുപ്പ്യ വാടകയായി. അപ്പോൾ പിന്നെ അതിൽ കാര്യമില്ലായൊന്നുമില്ല. ഇതൊക്കെ ഒഴിവാക്കി. ഇതൊക്കെ ഞാൻ കിടന്ന് ചീഞ്ഞ് വെയിലുണ്ട് നാശിച്ച് കുമ്മാനായി പോകും. ഒരു കുഴപ്പമില്ല, നല്ല സാധനങ്ങളാണിത്. കല്ലച്ചതാണ്, വെയിലുണ്ടതാണ്. ഖത്തം, ബൈ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസാണ് ഈ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഓറഞ്ചല്ല, ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മൾ ഏകദേശം ലോഡൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഏകദേശം പകുതിയിലേറെ 3/4 കഴിഞ്ഞു. ഇനി കയറ്റി കഴിഞ്ഞിട്ട് ഈ വൈക്കോൽ അതിൻ്റെ മേലിട്ട് നിറക്കും. ഇങ്ങനെയാണ് ഓറഞ്ച് വരുന്നത് കേട്ടോ. ഇനി ഇതുപോലെ നാട്ടിലെത്തിയിട്ട് ഇറക്കും. അതിൽ കേട് വന്നത് അങ്ങനെ എന്തെങ്കിലും മേലെന്ന് കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കും. ഒരു 20 കിലോനാക്കിയിട്ട് അവർ കൊടുക്കും. ഇപ്പോൾ 21-22 ഉണ്ടാവും വെയിറ്റ് തൂക്കപ്പെട്ടി. അത് നാട്ടിലെത്തുമ്പോൾ 20 കിലോനാക്കിയിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ പായെല്ലാം ഇട്ടു. ഇനി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ കെട്ടി, ഇനി ബാക്കുള്ള കെട്ടാനുള്ളത്. ഈ ഓറഞ്ച് കെട്ടുന്നത് നല്ല സ്റ്റൈലിലൊരു കെട്ടാണ്. ബാക്കെല്ലാം നല്ല അടിപൊളിയായി കാണാൻ. ഇതിൽ കെട്ടട്ടെ. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ബാക്കൂടി കെട്ടി നമ്മളെ പരിപാടി കഴിഞ്ഞു. ഉള്ളിലൊരു കെട്ട് കെട്ടി. ഈ പുറത്തൊരു കെട്ട്. ഇവിടെ ഒരു പൂര കാടാണ്, ഒരു ലൈറ്റും വെളിച്ചമൊന്നുമില്ല. ഇത് ഇവിടെ സ്പെയർ സ്റ്റെപ്പിന് ലൈറ്റാണ്. ഫുള്ള് കാടാ. 7 മണി ആയിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ 3 വട്ടം വെച്ച്, ഇതിന് വട്ടം എന്നാ പറയാ, 3 വട്ടം വെച്ച്. ഇനി കുറച്ച് ക്രോസ് കാര്യങ്ങളൊക്കെ വരാണ്ട്. ബോംബെ കെട്ടാണ്. വലിച്ചിടാണ്ട്
ബോംബെ കെട്ടാണ്. ആ കെട്ടിണ്ടല്ലോ കയറൻ പൊട്ടെന്നല്ലാതെ ഒന്നും ആവൂല. വറകാണത്, വറക്. ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അല്ല വറക്. പണിക്കാർ ഓറഞ്ചിന്റെ ഉണങ്ങിയ കൊമ്പൊക്കെ പൊട്ടിച്ച് വറകുണ്ടാക്കും. ഇതെടുക്കണുണ്ടോ? ഇത് ഇവർക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്. उधर गैस नहीं, ഗ്യാസ് നെയ്, സ്റ്റവ് നെയ്. ഇല്ല ഭായി, इसलिए ऑरेंज कटिंग लकड़ी लकड़ी है, चपाती चपाती बनाना. गैस नहीं है इधर का. नहीं है, गैस नहीं. ഗ്യാസ് है, पैसा का प्रॉब्लम है. हाँ, पैसा का प्रॉब्लम. അപ്പോ നമ്മളെ കെട്ടിമുറുക്കലെല്ലാം കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ നമ്മൾ പോവാണ്, പുറപ്പെടുകയാണ്, നാട്ടിലേക്ക് എത്തണം. അപ്പൊ ഇതാണ് ഓറഞ്ചിന്റെ കെട്ട്. ഈ കെട്ടിന് വേറെ പ്രത്യേകതയാണ്. അത് കാണാനും നല്ല സ്റ്റൈലാണ്. ഈ കെട്ട് കണ്ടാണ് നമ്മൾ ഓറഞ്ച് റോഡാണൊക്കെ കുറെ മനസ്സിലാവും. ബാക്ക് പോണ വണ്ടിന്റെ ബാക്ക് കണ്ടാല് ഇതൊരു പ്രത്യേക കെട്ടുമാണ്. ഒന്നും ആവൂല. കെട്ടിന് വെച്ചാണ്ടല്ലോ ഇനി നാട്ടിൽ ചെന്നാൽ കഴിച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. അമ്മാരി ടൈറ്റാക്കും പറ്റും. ചങ്ങായിമാര് വറകാണ് ഈ കുത്തി മുറിച്ച് ഇവിടെ കയറ്റുന്നത്. എടാ ബ്രേക്ക് ലൈറ്റൊക്കെ തേക്കോ, അങ്ങനെ പൊട്ടട്ടെ, ഞങ്ങൾ കാട്ടിത്തരാം. അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വറകും കുറച്ചക്കരൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇതുപോലെ അവിടെ പണിക്കാർ ഇറങ്ങുമ്പോൾ കഴിക്കുന്ന പറഞ്ഞു. ഓർക്കില്ല, ചപ്പാത്തിക്കില്ലതാണ്. അവിടെ മാത്രമൊന്നല്ല, അതിന്റെ സൈഡിൽ കൂടിയൊക്കെ ഉണ്ട്. ആ കയറ്റിന് റബ്ബേ മേലൊക്കെ. എടാ ക്യാബിൻ മേ തേക്കോ, ആറാം സെ റക്കോ. ഇവിടെ അതാ ഒരു കെട്ട്. ഈ ഓറഞ്ചിന്റെ വറകെ ഇവർക്ക് നല്ല ഈട് നിൽക്കും കത്തിച്ചാല്. ആ പായൊക്കെ കീറലും ഞങ്ങളെ ഓലക്കാണത്, മാലിക്കാണത് ഗാഡി ലേബർ. ലേബർ കാ മാലിക്. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ, പുറപ്പെടാണ്. ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. പണിക്കാരെല്ലാരും കയറി. ആ ഉള്ളിൽ നിറച്ച് പെണ്ണുങ്ങളുമാണ്, കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. അങ്ങനെ PK പ്രദേശ് ബാബുവിൻ്റെ വണ്ടിയാണിത്. KCയുടെ മരുമകൻ ബാബു. അതാണ് കോലം. വണ്ടിൻ്റെ ഉള്ളിൽ നിറച്ച് ജനങ്ങളാണ്. കല്യാണത്തിനൊക്കെ ചെന്ന മാതിരിയാണ്. ഒരു 2 കിലോമീറ്റർ ഉള്ളു പോരാന്. ഇവിടെ ഇറങ്ങും അപ്പുറത്ത്. സബാദ്മി ഹായ് പോലോ. ഓക്കെ കുഞ്ഞാലൊക്കെ അടി കുടുങ്ങി കുത്തിരിക്കുന്നു. അപ്പോ നമ്മളെ വീഡിയോ കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ.